പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ പുതിയ ഷെഡ്യൂളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, മിക്സഡ് ഇമോഷൻസ് ആണ്. കാരണം സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, വിശ്വസിക്കാനും പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിലാകെ ഒരു മിക്സഡ് ഇമോഷൻസിലാണ് നിൽക്കുന്നത്. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് ഇത് നമ്മുടെ സെമി ഫൈനലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ സെമി ഫൈനൽ എത്തിയ എല്ലാ നമ്മുടെ ചക്കര മുത്തുകൾക്കും കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇനി കോമ്പറ്റീഷൻ ഭയങ്കര ഹാർഡായിരിക്കും. ഇനി നമ്മൾ നേരെ ഫൈനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം ആ ഒരു ആവേശവും അവരുടെ കോമ്പറ്റീഷൻ മൈൻഡിലൊക്കെ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ മൈൻഡിൽ അവരൊക്കെ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ സങ്കടം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ അടുത്ത ഓണം പെട്ടെന്നായി, അടുത്ത വിഷു പെട്ടെന്നായി, പെട്ടെന്ന് സ്കൂൾ കഴിഞ്ഞു, കോളേജ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിൻ്റെ ഈ ഒരു ജേർണി പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷെ ഒരുപാട് ഹാപ്പി ആണല്ലേ, കാരണം നമുക്ക് എല്ലാവർക്കും കുറേ സന്തോഷമുള്ള സങ്കടങ്ങളാണെങ്കിൽ അത് നമുക്ക് പിന്നീട് കണ്ടാലും ഒരുപാട് നല്ല ഓർമ്മകളുള്ള സങ്കടമുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് നല്ലൊരു ജേർണി തന്നെയായിരുന്നു സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ. അപ്പോൾ എന്തായാലും ഈ ഒരു സെമി ഫൈനൽ റൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഷെഡ്യൂളാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റൗണ്ട്സ് എന്ന് പറയുന്നതും എപ്പോഴും നമ്മൾ 3 അല്ലെങ്കിൽ 4 റൗണ്ട്സ് ഒക്കെ ആയിട്ടാണ് നമ്മൾ വരാറുള്ളത്. ഇത്തവണ നമ്മൾ 5 റൗണ്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം കുട്ടികൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ റൗണ്ട്സ് അതനുസരിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ അതേ ആവേശത്തോടെ നിൽക്കുകയാണ്. ജഡ്ജസിനെയൊക്കെ വെൽക്കം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷെഡ്യൂളിലെ റൗണ്ട്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോടാണ് ആദ്യം പറയാൻ പോകുന്നത്. കാരണം ജഡ്ജസിനോട് ഞാൻ ഓൾറെഡി റൗണ്ട്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴും നമ്മൾ അവരോടല്ലേ പറയുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു റൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്നുള്ളത്. അപ്പോൾ 5 വെറൈറ്റി ആയിട്ടുള്ള റൗണ്ട്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സെമി ഫൈനൽ കോമ്പറ്റീഷൻ നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് AR റഹ്മാൻ സോങ്സ് റൗണ്ടാണ്. അതായത് റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തീരില്ല, അത്ര അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സോങ്സ് നമുക്ക് തന്നിട്ടുള്ള ആളാണ് റഹ്മാൻ സാറ്. സാറിനെ കുറിച്ച് നമ്മൾ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ അത്ര അധികം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പാട്ടുകളായിരിക്കും നമ്മുടെ കുട്ടികൾ ഈ ഒരു റൗണ്ടിൽ പാടുന്നുണ്ടാവുക. ഇനി നെക്സ്റ്റ് റൗണ്ട് യുവർ ചോയ്സ് റൗണ്ട് അല്ലെങ്കിൽ മൈ ഫേവറേറ്റ് റൗണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാട്ട് കൊണ്ടുവരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ അവരിവിടെ ഒരുപാട് പാട്ടുകൾ കൊടുക്കുന്നു, നമുക്ക് റൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സെലക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. പക്ഷെ ഇതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാണോ അതായിരിക്കും നമ്മുടെ കുട്ടികൾ ഇവിടെ വന്ന് പാടുന്നുണ്ടാവുക. അത് ഏത് പാട്ട് വേണമെങ്കിലും അവർക്ക് പാടാം. ഇനി തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഹിറ്റ്സ് റൗണ്ട്. അതായത് 2020 കഴിഞ്ഞിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാട്ടുകളായിരിക്കും നമ്മുടെ കുട്ടികൾ പാടുക. അടുത്തത് സിംഗ് വിത്ത് യുവർ കമ്പാനിയൻ. ഇത് കുറച്ച് സ്പെഷ്യൽ റൗണ്ടാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ ജൂനിയർ വേഴ്സസ് സീനിയർ റൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ മുന്നത്തെ പാടാം നേടാം കോമ്പറ്റീഷനിൽ വന്ന സിംഗേഴ്സ് ആയിരുന്നു നമ്മുടെ കുട്ടികളുടെ പാടിയത്. ഇത്തവണ അവർക്ക് ആരെ വേണോ കൊണ്ടുവരാം. അത് അവരുടെ വീട്ടിലുള്ള ആളായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, ഫാമിലിയിലുള്ള ആളുകളായിരിക്കാം, ആര് വേണോ ആവാം. പക്ഷേ പാടാൻ അറിയുന്ന ഒരാളായിരിക്കണം. കാരണം നമ്മൾ അതിന് മാർക്ക് ഇടുന്നുണ്ടാവും. സീനിയർ വേഴ്സസ് ജൂനിയറിൽ നമ്മൾ കുട്ടികളുടെ പാട്ട് മാത്രമായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ ഇത്തവണ അവർ കൊണ്ടുവരുന്ന കമ്പാനിയൻ ആരാണോ അവരുടെ പാട്ടും അവരുടെ പാട്ടിനനുസരിച്ചുള്ള മാർക്കും കൂടെ ആയിരിക്കും നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവാം. ഇനി അടുത്ത ഫിഫ്ത്ത് റൗണ്ട് എന്ന് പറയുന്നത് ഫിലിമി ക്ലാസിക്കൽ സോങ് റൗണ്ടാണ്. സിനിമയിലൊക്കെ ഒരുപാട് ക്ലാസിക്കൽ സോങ്സ് ഉണ്ടല്ലേ, നമുക്ക് ഒരുപാട് മലയാളത്തിൽ ഒരുപാട് സോങ്സ് ഉണ്ട്. അപ്പോൾ ഫിലിമി ക്ലാസിക്കൽ റൗണ്ടിലായിരിക്കും കുട്ടികൾ പാടുന്നുണ്ടാവുക. അപ്പോൾ ഈ 5 റൗണ്ട്സ് ആയിട്ട് നമ്മുടെ സെമി ഫൈനൽ കോമ്പറ്റീഷൻ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്, നമുക്ക് എന്തായാലും വെൽക്കം ചെയ്തിട്ട് വരാം. ഗൈസ് എന്താ ലേറ്റ് ആയത്? ഒരുങ്ങാൻ ലേറ്റ് ആയി, അതാണ്. ഞങ്ങൾ ഇറങ്ങാനും ആദ്യം എത്തുന്നത് ഞാനാ, മഞ്ചേരിയാണ്. അവസാനം എത്തുന്നത് സാധാരണ പെൺകുട്ടികൾക്കാണ് റെഡി ആവാൻ സമയം എടുക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവനെ ഞാനൊരു പെൺകുട്ടിയായിട്ടാ കണക്കാക്കിയത്. അല്ല ഇത് പറ്റില്ല കേട്ടോ, നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ട്. എന്താ ഇവിടെ നടക്കണേന്ന് അറിയോ? സെമി ഫൈനലായി. പാറു സുന്ദരിയായിട്ടുണ്ട്. വേണ്ട, ഇതൊന്നും ഞാൻ വീടില്ല. സുന്ദരി ചക്കടു എല്ലാരും പറയും. അല്ല ഹരിച്ചേട്ടൻ മിണ്ടണ്ട കൂടുതല്. ഐ ആം ബാക്ക് എന്നൊക്കെ പറഞ്ഞ ബാക്ക് പോലും പിന്നെ കണ്ടിട്ടില്ല. എവിടെ പോയി പിന്നെ? എനിക്ക് ആഗ്രഹം ഇവിടെ കറക്റ്റ് എന്റെ പരിപാടിയുടെ അന്നാണ് ഷെഡ്യൂൾ വെക്കുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അതാണ് പിന്നെ വരാന്ന്. പിന്നെ ഈ ബോയ് എപ്പോഴും പങ്ക്ച്വൽ, രാവിലെ 5 മണിക്ക് എണീക്കും അല്ലേ?
ചായ കുടിക്കാൻ പോവും. ചായ കുടിക്കാനോ? അല്ല, പ്രാക്ടീസ് ചെയ്യും. ചെന്നൈയിലാണെങ്കിൽ ചായ കുടി. പ്രാക്ടീസ്. പിന്നെ എന്നെ വിളിച്ചുണർത്തും. എവിടെടാ ചെറുക്കാ നീ? എന്നെ വിളിച്ചുണർത്തും. അത് ടീം വിട്ട് വരത്തതും ഇല്ല. ഇല്ല. പക്ഷെ എന്തായാലും തിരിച്ചു വന്നല്ലോ, അത് മതി ഞങ്ങൾക്ക്. താങ്ക് യു. ഇനി ഇവിടെ തന്നെ ഇരുന്നാ മതിയൊന്ന് സമാധാനമായിട്ട്. അപ്പൊ റൗണ്ട്സ് ഒക്കെ ഏതൊക്കെയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, അതുകൊണ്ട് ഇനി എനിക്ക് പറഞ്ഞു തരാൻ അല്ല പറ്റില്ല. വേണ്ട, അതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്ക്. കാരണം ഞാൻ ഇത്തവണ ഓഡിയൻസിനോടാ പറഞ്ഞത്, നമ്മുടെ പ്രേക്ഷകരോടാ ഞാൻ അല്ല, ഞങ്ങൾ rounds അറിഞ്ഞു. അത് പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കാണ്. ഞങ്ങൾ അറിഞ്ഞു, അവരടുത്ത് പറഞ്ഞാൽ മതി. അത് മതിയല്ലേ? മതി. നിങ്ങൾക്ക് റൗണ്ട്സ് ഒക്കെ അറിയാലോ. അറിയാം. അറിയാം. Okay. അതിനു മുന്നേ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, അതൊക്കെ കേൾക്കട്ടെ. മഞ്ചരി തുടങ്ങട്ടെ, ലേഡീസ് ഫസ്റ്റ്. അതെ, ladies first. Please. മഞ്ജരി ചേച്ചിക്ക് ഒരു വിശേഷം ഉണ്ടെങ്കിൽ ആ വിശേഷം ചിലപ്പോൾ ശരത് സാറും ഉണ്ടാവുമായിരിക്കും. ഇഷ്ടം പോലെ പാട്ടുകൾ ഇങ്ങനെ ഇവിടെ ഇരുന്ന് കേൾക്കുമല്ലേ. ആ അപ്പൊ ഇവിടെ പുതിയൊരു വാതിൽ തുറക്കുന്നു. നമ്മുടെ സൂപ്പർ സ്റ്റാർ സീനിയേഴ്സിലേക്ക്. സീനിയേഴ്സ് വരാൻ പോവാണ്. അതെ അതെ. അതിന്റെ ഓഡിഷൻസ് നടക്കായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായി പറ, പുതിയ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കിടിലോൽ കിടിലം ആ എന്ന് വെച്ചാല് ചക്കര പിള്ളേരാ. എന്താ, ഞാനും സാറും കൂടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ അതെ അതെ. ആലോചിക്കാണ്, ഇത്രയും നല്ല ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, അത് നമുക്ക് കുറച്ച് പേരല്ലേ സെലക്ട് ചെയ്യാൻ പറ്റും. അത്രേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് പാടുന്ന ആളുകൾ തന്നെ നമുക്ക് കിട്ടിയത്. അതൊക്കെ ഒരു സന്തോഷം. അപ്പൊ പ്രേക്ഷകരെ എല്ലാരും പ്രതീക്ഷിച്ചിരുന്നോളൂ, സൂപ്പർ സ്റ്റാർ സീനിയേഴ്സ് നമ്മൾ പൊളിക്കും. നല്ല കിട്ടിക്കാച്ചി കുട്ടികളൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആ വിശേഷങ്ങൾ അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊന്ന് കാണണ്ടേ എന്തൊക്കെയായിരുന്നു ഓഡിഷനിൽ നടന്നെന്നുള്ളത്. പിന്നെ Okay, നമുക്ക് കാണാം. സൂപ്പർ സ്റ്റാർ സീരിയൽസിന്റെ ഫൈനൽ ഓഡിഷനിലേക്ക് ആങ്കർ മാറിയോ? ഹാർദവമായ സ്വാഗതം. നല്ല പരിപാടി, നല്ല പരിപാടി. ഞാനും ഇല്ലല്ലോ. താങ്ക് യു സർ. സുന്ദരിമാരെ കാണുമ്പോൾ പാടാറില്ല. ആണോ? അങ്ങനാണോ? അല്ല, ഇത്രയും ഹൈറ്റ് ഉള്ള ഒരാള് തിരിഞ്ഞു നോക്കി കാണണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയുണ്ട് ഞങ്ങളുടെ തിരിഞ്ഞുനോട്ടം ഭയങ്കര. മാനേ മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ. തിരിഞ്ഞു മധുര അല്ല, ഈ പാട്ട് ആരാ നമുക്ക് സെലക്ട് ചെയ്ത് തന്നെ? ഹായ്, എന്തൊരു ഭംഗിയല്ലേ ആ തട്ടമൊക്കെ. നോക്കട്ടെ, തിരിഞ്ഞേ അവിടെ എന്താ എഴുതിയിരിക്കുന്നു? പുതിയ ഓരോരോ എല്ലാം തിരിഞ്ഞു വന്നിട്ട് നോക്കൂ. പാവം. അയ്യോ പറഞ്ഞോ. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. പ്രേമ വൃന്ദാവന ഹേമന്തമേ. അല്ല, ഞങ്ങളുടെ ഒരൊറ്റ സംശയം, നീ ഓടാൻ പോകുന്നതാണ് നിന്ന് പാടുന്ന. ഞാൻ ആലോചിച്ചു, തൊപ്പി ഊരാതെ തലയുടെ പുറമൊന്ന് കാണിച്ചു തരുമോ? എങ്ങനെയൊക്കെ ഇവരെ തിരിച്ചു നിർത്താന്നുള്ള. Wow. ഓ, super. പാറു തിരിഞ്ഞു നിൽക്കും. You are eliminated from Superstar. അല്ല അനുപേട്ട ഒരു മ്യൂസിക് ഇട്ടേ. നിങ്ങൾ എന്താ വേറെ ആങ്കറിനെ എടുത്തോ? എടി നീ അല്ല, നീ നടന്നില്ലല്ലേ? അന്ന് ഏതോ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന പറഞ്ഞ് പോയിട്ട് സിനിമയിൽ നടന്നിട്ടില്ല, ആങ്കർ ജോലിയും പോയി. നിങ്ങൾ പ്രതികരിക്കണം. ഞാനില്ലാണ്ട് നിങ്ങൾക്ക് ഷോ ചെയ്യാൻ പറ്റുമോ? അവര് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കണ്ടോ? അല്ല, ഇവരുണ്ടായിരുന്നു. അവരുടെ സന്തോഷം നോക്ക്. അവരും ഇല്ലായിരുന്നു. ഇവരില്ലായിരുന്നു. ഇല്ല ഇല്ല ഇല്ല, അവരും ഇല്ലായിരുന്നു. വേറെ നല്ല രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത്. മ്യൂസിക് താ അനുപേട്ട.
അവൻ ചെയ്യരുത്, അവൻ തൊട്ടാ കൊല്ലുവാടാ നിന്നെ. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്നാ ഈ പ്രേതത്തിനെ ഇവിടുന്ന് നാട് കടത്തു എന്നാണ് അവൻ പറയുന്നത് ഇത് മ്യൂസിക്കലി. ശരിയായില്ല കേട്ടോ. എന്താ അത്? ഞാനില്ലാണ്ട് ഈ സീസൺ ഞാൻ സമ്മതിക്കില്ല. നീയല്ലേ പറഞ്ഞു തിരിഞ്ഞു നോക്ക് കാണുന്നൊക്കെ, അറിഞ്ഞില്ലല്ലേ? സതീഷേട്ടനെ ചതിക്കായിരുന്നല്ലേ? അതെ. ഇന്നത്തോടെ അവസാനിപ്പിക്കോ ഞാനിത്. ഈ ഷെഡ്യൂളും കൂടെ ഞാനുള്ളൂ. ഗ്രാൻഡ് ഫിനാലേക്ക് വേണോ? ഇതിനു വേണ്ടിയാണ് ഈ പ്രൊമോ ഇട്ടത്. ഇത് ഗ്രാൻഡ് ഫിനാലേക്ക് പാറു വേണം. അത് മാത്രമല്ല നമ്മുടെ അടുത്ത സീനിയർ സീസണിൽ നീ വേണം. നീയല്ലേ സൂപ്പർ സ്റ്റാറിന്റെ മുഖം. സമാധാനം. ചക്കര ഇല്ലാത്ത പായസം. അതാ അല്ലാത്ത പായസം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പൈസ ഇല്ല. അങ്ങനെ വേണ്ട ഞങ്ങൾക്ക്. ഓക്കെ, ഇനി ഹരിച്ചേട്ടന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷമല്ലടോ, വിശേഷം. ഇപ്പോ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഒരു മൂവി സോങ് ഇറങ്ങി. ഏത് ഫ്രം സാഹസം. ആ, സാഹസം എന്നാണ് മൂവിയുടെ ഏത് പേര്. മൂഡ്? അത് തന്നെ. പക്ഷെ അത് അതാണോ? ഹരിച്ചേട്ടൻ അല്ല, ഞാൻ അതിൽ വേറൊരു പാട്ട് പാടി. ആ, ഒരു മെലഡിയാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. ബിപിൻ അശോകാണ് ഇതിന്റെ മ്യൂസിക്. ഞാനും അദ്ദേഹം ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നല്ലൊരു സോങ് ആയിരുന്നു. എന്റെ പിക്ചറൈസേഷനും കുറെ പേരൊക്കെ കണ്ടു കാണും. റംസാനും ഗൗരിയാണ്. അതെ. നിനക്ക് ഇഷ്ടമായ? ആ പിന്നെ ഞാൻ ഓൾറെഡി ഇന്റർവ്യൂ ഒക്കെ എടുത്ത് കഴിഞ്ഞു. എന്നിട്ട് നീ എന്തെന്നെ വിളിക്കാത്ത? ഈ പാട്ടുകാരനെ എന്തുകൊണ്ട് വിളിച്ചില്ല? പാട്ടുകാരനെ ഞാൻ നേരിട്ട് കാണാൻ പോവല്ലേ. ഞങ്ങൾക്ക് എന്ത് അപ്പൊ എന്തായാലും ചോദിച്ചാലും അതാണ് ഹരിച്ചേട്ടന്റെ പുതിയ വിശേഷം. എന്തായാലും പറയണം, അടിപൊളി സോങ് ആയിരുന്നു. ഭയങ്കര ഒരു ഇമോഷൻസ് ഒക്കെ നിറഞ്ഞിട്ട് ഭയങ്കര രസമായിട്ട് അവരതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊപ്പം ഹരിച്ചേട്ടന്റെ ശബ്ദവും കൂടെ വന്നപ്പോഴേക്കും ഗംഭീരായി. അപ്പോ ആ സാഹസം കാണിച്ച ആ ടീമിനെ നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ വരുത്തിയാൽ വളരെ നല്ല കാര്യം. വരുത്തട്ടെ. സാഹസം ടീമിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാൻ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എല്ലാവർക്കും ഹായ് ഹായ്. ഹായ്. ഹായ്, 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 ഹായ്. ഇപ്പൊ നിങ്ങളൊക്കെ ഏത് മൂഡിലാ? സാഹസം മൂഡ്. സാഹസം മൂഡ് തന്നെയാ. നിന്നെ തല്ലാനുള്ള മൂടില്ല. എന്നാ കുറച്ച് നീങ്ങിക്കാന്ന്. ഓക്കെ, ഞങ്ങളിങ്ങനെ ഹരിച്ചേട്ടനോട് പുതിയ വിശേഷമൊക്കെ ഹരിച്ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായില്ല നിങ്ങൾ വരും എന്നുള്ള കാര്യം. അപ്പൊ പുതിയ പാട്ടിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനു മുന്നേ എന്താണ് സാഹസം മൂവി എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞതാ ബിബിൻ ചേട്ടാ. നമസ്കാരം. സാഹസം ഒരു സാഹസമാണ്, വൻ സാഹസമാണ്. സാഹസം ഒരു എന്റർടൈനർ ആണ്. സാഹസം ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് പാക്കേജ്. അടി ഇടി വെടി പുക തമാശ ഫൺ ഒരു റോളർ കോസ്റ്റർ റൈഡ് പരിപാടിയാണ്. ഓക്കെ. ഒരുപാട് മൾട്ടിപ്പിൾ ട്രാക്സ് ഉള്ള, ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള, വയറു നിറയെ പാട്ടുള്ള, കുറെ ആക്ഷൻ സീക്വൻസ് ഉള്ള ഒരു സെലിബ്രേഷൻ മൂഡ് പരിപാടിയാണ് സാഹസം. അതെ, എല്ലാ പോസ്റ്റേഴ്സ് കാണണം. കുറെ ആക്ടേഴ്സ് ഉണ്ട്. കളർഫുൾ ഭയങ്കര കളർഫുൾ ആണ്. അപ്പൊ ഇതില് വയറ് നിറഞ്ഞ പാട്ട് ചെയ്ത ആളുണ്ടോ? അയാളാണ് ഇനി സംസാരിക്കേണ്ടത്. അതാണ് മിസ്റ്റർ ബിബിൻ അശോക്. ഹൗ ആർ യു? ഫൈൻ. വെൽക്കം. ചേട്ടാ, ഹരിച്ചേട്ടന്റെ ആ ഒരു പാട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഓണം സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോ വേറെ തന്നെ ഒരു മൂഡായിരുന്നു. പക്ഷെ ഹരിച്ചേട്ടൻ പാടിയ പാട്ട് ഇറങ്ങിയപ്പോ വേറെ തന്നെ ഒരു മൂഡായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങൾ ഒന്നിച്ചുള്ള ആ ഒരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ? അടിപൊളിയായിരുന്നു. ഞങ്ങള് ഇവിടെ ആദ്യം പാട്ട് അയച്ചു കൊടുത്തു, ഹരി കേട്ടു, അതിനുശേഷം വന്നു, അടിപൊളിയായിട്ട് പാടി. കേൾക്കുമ്പോൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആദ്യം ബിബിൻ ഞാൻ പുറത്തായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ബ്രോ പാട്ട് എങ്ങനെയെങ്കിലും റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് സിസ്റ്റം ഉണ്ട്, ഇവിടുന്ന് പാടി അയച്ചാൽ മതി. അങ്ങനെ ഞാൻ US നിന്ന് ഒരു ചെറിയ റൂം ഒക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തിട്ട്, ഒരു വാർഡ്രോബ് റൂം, അവിടെ ഇരുന്ന് പാടി അയച്ചു. ഞാൻ ഭയങ്കര പ്രതീക്ഷയായിരുന്നു. എങ്ങനെയുണ്ട് ബിബിനെ? പോരാ ബ്രോ, നമുക്ക് നാട്ടിൽ വന്നിട്ട് എടുക്കാം. നന്നായിട്ടുണ്ട് ബ്രോ, പക്ഷെ ഒരാളാണ്. വളരെ ഇതായിട്ട് പറഞ്ഞു. നന്നായിട്ടുണ്ട് ബ്രോ, കൊള്ളാം, പക്ഷെ അത്ര പോരാ, നമുക്ക് നേരിട്ടിരിക്കാം. ബിബിനെ എവിടാണ് സ്വദേശം? ബിബിന്റെ എന്റെ സ്വദേശം കോഴിക്കോട് വടകരയാണ്. ആദ്യത്തെ ഫിലിം ഏതായിരുന്നു ബിബിനെ? പാട്ട് ചെയ്യുന്നത് മന്ദാകിനിയാണ്. ഈ പടത്തിൽ എത്ര പാട്ടുകളുണ്ട്? ഇതില് ടോട്ടൽ 6 ഒറിജിനൽ സോങ്സും ഒരു പഴയ പാട്ടിന്റെ ഒരു റീമിക്സും. 6 ഒറിജിനൽ പാട്ട് എന്നൊക്കെ പറഞ്ഞാല് അതാണ് വയറ് നിറയെ പാട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഏമ്പക്കം വിടാം.
അപ്പൊ ഇതെല്ലാം ഓൾ ദി ബെസ്റ്റ് ബിബിനെ. താങ്ക് യു സാർ. ഇതിൽ ലിറിക്സ് ഒക്കെ ആരായിരുന്നു? ലിറിക്സ് വിനായക് ശശികുമാറുണ്ട്, പിന്നെ okay. വൈശാഖ് സുഗുണൻ, ഇവർ രണ്ടുപേരും ചേർന്ന്. പാടിയതോ ഈ ചെക്കൻ അല്ലാണ്ട്? ഹരിയുണ്ട്, പിന്നെ ഫെജോ, പിന്നെ സൂര്യ സന്തോഷ് ഉണ്ട്, ഫെജോന്റെ ആണ് ടൈറ്റിൽ ഏത് മോഡ് ചിന്മയി മാഡം പാടിയുണ്ട്. ഓക്കെ, ഗുഡ് അങ്ങനെ കുറച്ച് പേരുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഓണം സോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അത് കംപ്ലീറ്റ്ലി കൊറിയോഗ്രാഫി ചെയ്തത് നമ്മുടെ റംസാൻ ആയിരിക്കണല്ലോ. അല്ല, റംസാൻ പിന്നെ അമൃത ടിവിയുടെ ഒരു പുതിയ ആളല്ല, ഫാമിലിയിലെ ഒരാളാണ് റംസാൻ എന്ന് പറയുന്നത്. അല്ല, സൂപ്പർ ഡാൻസറിൽ വന്ന ആളിപ്പോ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിൽ എത്തിയിരിക്കുകയാണ്. അമൃത ടിവിയുടെ ആ ഒരു ഫാമിലി, അത് ആ ഒരു ഇത് ആദ്യം സംസാരിക്കാം. അല്ല, ബേസിക്കലി എൻ്റെ ഡാൻസ് കരിയർ തുടങ്ങുന്നത് ഒരു റിയാലിറ്റി ഷോയിൽ നിന്നാണ്. സൂപ്പർ ഡാൻസർ ജൂനിയർ 2 എന്ന് പറയുന്ന റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ ആ വേദിയിലൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്നു. അന്ന് എന്തൊക്കെയോ ചെറുതായിട്ട് ഡാൻസ് കളിക്കുമെന്നല്ലാതെ ഡാൻസിനെ പറ്റി കൂടുതലൊന്നും അറിയുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ആ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാൻ പിന്നെ എന്താണ് ഡാൻസ് എന്നും ഒരുപാട് സ്റ്റൈൽസ് ഉണ്ടെന്നും അത് എക്സ്പ്ലോർ ചെയ്യാനും തുടങ്ങിയത്. ആ വേദിയിൽ ഫസ്റ്റ് ഒന്നും അടിച്ചില്ല, ഞാൻ സെമി ഫൈനൽസിൽ ഔട്ടായി പോയി. പക്ഷേ ഓഫ് കോഴ്സ് അതിനകത്ത് വേറെ കണ്ടസ്റ്റൻസ് ഉണ്ട്, എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആയിരുന്നു. ആൻഡ് അതൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത് പല പല ഈവെൻറ്റിൻ്റെയും പെർഫോമൻസിന് വേണ്ടിയിട്ടായിരുന്നു. അവസാനം ഇപ്പോൾ സാഹസം എന്ന സിനിമയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഒരു ആക്ടറായിട്ട് നിൽക്കാൻ പറ്റിയത് ഔട്ടായതിലൊന്നും കാര്യമില്ല റംസാൻ. ഇതാ ഇപ്പൊ ഇതിൽ ഒരു സങ്കടം ഉണ്ടായി, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ആ ഏത് മൂഡ്, ആ സോങ്ങിന്റെ കൊറിയോഗ്രഫി, അതിന്റെ കാര്യങ്ങളൊക്കെ പറ. അല്ല, അത് ആക്ച്വലി നമുക്ക് ഇപ്പൊ ബിബിൻ ചേട്ടനായാലും പറയുന്നുണ്ടായി, നമ്മൾ പടം ഇറങ്ങുന്നതിന് മുന്നേ ആൾക്കാർ എന്തായാലും ഈ പടത്തെപ്പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ പടം അറിയണം എന്നുള്ളത്. സോ അതിന് നമുക്ക് ഏറ്റവും മെയിൻലി മുന്നോട്ട് വെച്ചൊരു കാര്യമായിരുന്നു ഓണം മൂഡ് സോങ് എന്നുള്ളത്. കാരണം കിടലിനായിട്ട് ഇവർ കമ്പോസ് ചെയ്ത് ലിറിക്സ് ഒക്കെ ചെയ്ത് വെച്ചിരുന്ന ഒരു സോങ്ങാണ്. സോ എൻ്റെ ആകെയുള്ളൊരു ഒരു ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പാട്ട് എന്തായാലും അടിക്കും, എല്ലാവരും എന്തായാലും ഏറ്റെടുക്കും. കാരണം അത്രയും ഒരു ക്യാച്ചി ആയിട്ടുള്ളൊരു സോങ്ങാണ്. ഓണത്തിന് മുന്നേ ഓണം ഡ്രസ്സ് എടുത്ത് എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ്. പക്ഷെ അതിൻ്റെ വിഷ്വലി മീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചാലഞ്ച്. സോ അത് മാത്രമേ എൻ്റെ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഡയറക്ടറും പ്രൊഡ്യൂസറും ആക്ടേഴ്സും എല്ലാവരും ഉൾപ്പെടെ ഉള്ളൊരു സോങ് ആക്കി മാറ്റി. എന്തോ പറയൂ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി റംസാനൊക്കെ സൂപ്പർ ഡാൻസറിലാണ് കണ്ടത്. അപ്പോൾ അമൃത ടി വിയിൽ ഗസ്റ്റായിട്ട് വരുന്നതും ഇവരെല്ലാവരെയും മീറ്റ് ചെയ്യുന്നതും ഭയങ്കര ഹാപ്പിയാണ്. എസ്പെഷ്യലി ഹരിശങ്കർ ഏട്ടൻ, ഹീ സോ സ്പെഷ്യൽ. എൻ്റെ കരിയറിലാണെങ്കിലും എൻ്റെ ഫസ്റ്റ് മലയാളം മൂവി അനുഗ്രഹീതൻ ആന്റണിയിലെ കാമിനി എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സോങ് കുട്ടിയെല്ലാം ഓർക്കുന്നുണ്ട്. എങ്ങനെ പാടിത്തന്നത് അല്ല, അതായത് ആ സിറ്റുവേഷനിൽ ഞാനാണ്, എൻ്റെ വോയിസ് ആയിരുന്നു. അതെ അതെ. അപ്പോൾ ആ അല്ല, ഇപ്പോഴും എന്നെ സ്ഥിരമാണ് ഇത്. ആര് വന്നാലും എന്നെ നാണം കെടുത്തുന്നുള്ള പരിപാടി. അല്ല, എൻ്റെ ഒരു ഫോട്ടോ ഇപ്പോഴും പോസ്റ്റ് ചെയ്താലും കാമിനി എന്നുള്ളൊരു പാട്ട് ഇപ്പോഴും എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു, അപ്പോൾ സെക്കൻഡ് ടൈം സന്തത സഖിയെ എന്ന് പറഞ്ഞ സാഹസത്തിലെ പാട്ട് പാടിയപ്പോഴും ഞാൻ ഹരിശങ്കരേട്ടനെ മെസ്സേജ് ചെയ്തതാ ആ സെക്കൻഡ് ഹിറ്റ് എന്ന്. സോ ഐ എം സോ ഹാപ്പി. ഞാനും വളരെ ഹാപ്പി. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി എനിക്കിത് പാടാൻ പറ്റിയതിൽ ഐ എം വെരി ഹാപ്പി. യെസ്. ആൻഡ് ശരത് സാറിന്റെ ഞാൻ ഒരിക്കൽ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന്റെ ഹ്യൂമർ സെൻസിന്റെ ഫാനാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇത് തന്നെ എന്നോട് ചോദിച്ചു. അതല്ല, എനിക്കൊരു 10 തമാശ പറഞ്ഞു തരുമോ? അല്ല, ഓരോ ഷോ കാണുമ്പോൾ അത്ര എൻജോയബിൾ ആക്കുന്നതും പിള്ളേരെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് എല്ലാവർക്കും പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ജരി ചേച്ചിയുടെ പാട്ട്. സോ മെനി ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആർ യോഴ്സ്. സോ ഐ എം സോ ഹാപ്പി ടു ബി ഹിയർ. സെമി ഫൈനൽസ് ആണെന്ന് പറഞ്ഞു. സോ വിഷിംഗ് ഓൾ ദി പാർട്ടിസിപ്പൻസ് ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളുടെ ഒരു അടിപൊളി സിനിമയായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്, ഒരു പ്രീ ഓണം സെലിബ്രേഷൻ ആയിട്ട്. അപ്പോൾ സാഹസ് എന്തായാലും ഒരു തിയേറ്ററിൽ വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, അടിപൊളിയായിരിക്കും. ഉറപ്പായിട്ടും. ചേച്ചി, ഇതിൽ ഞാനൊരു ചെറിയൊരു റോൾ ചെയ്യുന്നുണ്ട്. ഇതിൽ ഗായത്രി ഗണേഷ് എന്നാണ് ഈ ക്യാരക്ടറിന്റെ പേര്. ഒരു IT ഫേമിൽ IT ഹെഡായിട്ട്. അതാണ് എന്റെ ക്യാരക്ടർ. ഏതായാലും ലേഡി ഗാഗ എന്നാണ് അറിയപ്പെടുന്നത്. ഗായത്രി ഗണേഷ് എന്ന പേരുള്ളതുകൊണ്ട് സാധാരണ ഏത് സിനിമ എടുത്താലും ഞാൻ അതിനേക്കാളും ഒരുപാട് പ്രായം കൂടുതലാണ് ചെയ്യാറ്. ഈ സിനിമയിൽ മാത്രം കറക്റ്റ് ഏജ് ചെയ്യാൻ പറ്റിയെന്നൊരു സന്തോഷമുണ്ട്. And Tessa, welcome to Superstar. Tessa എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ വെരി ഹാപ്പി ടു സീ യു ഹിയർ. ഞങ്ങൾ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ബട്ട് മഞ്ജരി നമ്മള് പുറത്തു വെച്ച് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. മഞ്ജരി വാസ് ബിസി ഷോപ്പിംഗ്. അത് കാരണം. ഓക്കെ, ജയശ്രീ. ഇതില് ഞാനൊരു ചെറിയ ക്യാരക്ടർ, എന്താ പറയുക, പ്രിയ എന്നുണ്ട്. ഈ ലേഡി ഗാഗയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു IT എംപ്ലോയി ആയിട്ടാണ് ക്യാരക്ടർ വരുന്നത്.
പിന്നെ ഈ ടീമിൻ്റെ ഒപ്പം പറഞ്ഞ പോലെ ഫൺ വൈബായിരുന്നു. പിന്നെ എന്താ പറയുക, സാഹസം ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ, എല്ലാവരും പറഞ്ഞൊക്കെ തന്നെയാണ്. എൻ്റർടൈൻമെൻറ്റ് ഒരു ഫാക്ടർ അടിപൊളിയായിട്ട് ഉണ്ടാവും, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ വരാൻ പറ്റിയ സന്തോഷമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹരിച്ചേട്ടനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൂടെയുള്ള പരിചയമാണ്, ഇന്നാണ് നമ്മൾ നേരിട്ട് ഞങ്ങൾ കുറേ മെസ്സേജ് അയക്കലും അങ്ങനെ കുറേ പരിചയമുണ്ട്, പക്ഷെ നേരിട്ട് ഇന്നാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ അറിഞ്ഞു. ചുമ്മാതല്ലേ അവന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നത്. ഇൻസ്റ്റാഗ്രാം എനിക്ക് ഇവിടെ നിന്ന് നോക്കാം, മെസ്സേജ് അയക്കാൻ ഇറങ്ങി പോകേണ്ട ആവശ്യമില്ല. പിന്നെ ശരത് സാറിന് പറഞ്ഞ പോലെ എന്താ പറയാ, കുറെ ഷോസിലും കണ്ടിട്ട് പിന്നെ നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ആളാ. അല്ല, നമ്മൾ ഫസ്റ്റ് കണ്ടിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളായിട്ടല്ലേ, പിന്നെ അതിന് ശേഷം വേറൊരു ട്രാക്കിലേക്ക് അതൊക്കെ. അപ്പൊ എന്തൊക്കെയായാലും ഈ ടീമിന് എല്ലാ സക്സസും ഉണ്ടാവട്ടെ, ജീവിതത്തിലും ഈ ഫിലിമിനും ഉണ്ടാവട്ടെ എന്ന് ഓണം മാത്രല്ല, എല്ലാ ഓണത്തിനും നിങ്ങൾക്ക് എല്ലാ ഓണം തകർക്കട്ടെ, എല്ലാ ഓണം ഓർമ്മയായി മാറട്ടെ. അതെ, ഓണത്തിനൊരു പാട്ട് തന്നതിന് താങ്ക് യു സോ മച്ച്. എല്ലാ ഓണത്തിനും ഏത് പാട്ടിടുന്നാലും ഓണം മൂടിടണം. അതെ, ഓണം മൂടി. ഇത്തവണ എല്ലാവരും ഓണം മൂഡ് സോങ് ആയിരിക്കണം ഇടേണ്ടത്. അപ്പൊ എന്തായാലും എപ്പിസോഡ് നമ്മുടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ മെയിൻ ലീഡ് ആക്ടേഴ്സ് ഒക്കെ ഇവിടെ നിൽക്കുമ്പോ ഹരിച്ചേട്ടനെ കൊണ്ട് നമുക്ക് ആ പാട്ടൊന്ന് പാടിക്കണ്ടേ? ഉറപ്പായിട്ട് ഞങ്ങൾക്ക് നേരിട്ടൊന്ന് കേൾക്കണം ഹരിച്ചേട്ടാ. ഇങ്ങോട്ട് വരിക. വരാം. പോട്ടെ സാർ. പോടാ. അകമലരിലും നീയേ, ജനിമൃതിയിലും നീയേ, അതിമധുര ചുംബന നേരം അറിയുമനുപമരാഗം ചിരപ്രണയമേ പ്രണയമേ അണയുമോ അരികിലായി നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ നീലാഞ്ജന കണ്ണഴകേ നീഹാര നിലവഴകേ നീ എന്നിണ കമിനിയേ കൺമണിയേ. സൂപ്പർ സോങ്, സൂപ്പർ ആക്ടിങ്. ഓ മൈ ഗോഡ്, എന്തായിരുന്നു ഇവിടെ മാജിക്കോ? ഇവരുടെ മാജിക് ആയിരുന്നു. ആൻഡ് ബിപിൻ അശോക്സ് മാജിക്. ഓഫ് കോഴ്സ് ബിബിൻ, ഫാന്റാസ്റ്റിക് സോങ്. സൂപ്പർ ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ. ആദ്യത്തെ കണ്ടസ്റ്റന്റ് പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്, പെർഫോമൻസ് റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടിക്ക് എത്ര മാർക്ക് തരും? കുട്ടിക്ക് എത്ര മാർക്ക്? 100 മാർക്ക്. ഞാൻ 30-30. എന്നാലും 100 തരില്ല. 100 തരില്ല. അല്ല, കുട്ടി എക്സ്പെൻസീവ് ആണ്. കുട്ടി വലിയ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ബാക്കിംഗിൽ ഡാൻസേഴ്സ് ആയിട്ട് എന്താണ് അവർക്കാണ് താങ്ക്സ് പറയേണ്ടത്. താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ്. ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. അപ്പോ ഈ ഒരു റൗണ്ടിൽ പാടാൻ വരുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സർപ്രൈസ് ആണ്. ലേറ്റസ്റ്റ് ഹിറ്റ് റൗണ്ട് ആണ് ഇനി നടത്താൻ പോകുന്നത്. പാടാൻ വരുന്നു നമ്മുടെ ബദ്രി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. പറക്കണ പൂവേ 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 കളറാവട്ടെ, ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ, മുല്ലേ 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 മുടിമേലെ മണം പരത്തണം, മെല്ലെ 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 മലയാളക്കരയിളക്കണം, നില്ലേ 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 വിളമ്പാനായി ഇല നിരത്തണം, ഒരുങ്ങിവാ മിനിങ്ങിവാ, ഏതു മൂട് ഏതു മൂട് ഏതു മൂട് ഏതു മൂട് സാരി മൂട് ഏതു മൂട് സദ്യ മൂട് ഏതു മൂട് പായസം മൂട് ഏതു മൂട് പപ്പടം മൂട് ഏതു മൂട് ഓണം മൂട് ഏതു മൂട് അത്തം മൂട് ഏതു മൂട് പൂക്കളം മൂട് ഏതു മൂട് മുണ്ട് മൂട് ഏതു മൂട് സാരി മൂട് ഏതു മൂട് സദ്യ മൂട്
ഏത് മൂട് വിളവെടുത്തൊക്കെയും മേടിച്ച് നക്കിലകിലു പെരുമടിച്ച് കളത്തില് പൂക്കളം നിറച്ച് 10 നാള് തകിടം മറിക്കാൻ ഒറ്റപ്പൊളിയിൽ കൊച്ചി തീരന്തോറും മൊത്തം മലബാറും വെള്ളത്തുടിയിൽ കൊല്ലമാലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പിൽ കോട്ടയം പട്ടണം മറ്റത്തിടുക്കിയും തൃശ്ശിവ പേരൊരു മൊത്തം കരകളും ഒറ്റപ്പൊളിയിൽ കൊച്ചി തീരന്തോറും മൊത്തം മലബാറും വെള്ളത്തുടിയിൽ കൊല്ലമാലപ്പുഴ പത്തനംതിട്ടയും കട്ടക്കൊരുങ്ങി കുട്ടപ്പൊലിപ്പിൽ കോട്ടയം പട്ടണം മറ്റത്തിടുക്കിയും തൃശ്ശിവ പേരൊരു ലക്ഷത്തുരുത്തുകൾ ഒത്തിരി വേറെയും നിറപറ പറ നിറയ്ക്കണ നിറവാണല്ലോ പെട്ടപ്പെട്ട പട്ടം വലിക്കണ രസമാണല്ലോ മുല്ലേ 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 മുടിമേലെ മണം പരത്തണം മെല്ലെ 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 മലയാളക്കരയിലക്കണം വിളമ്പാനായില്ല നിരത്തണം ഒരുങ്ങിവാ മിനിങ്ങിവാ ഏതു മൂട് 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 പായസം മൂട് ഏതു മൂട് പപ്പടം മൂട് ഏതു മൂട് ബദ്രി സൂപ്പർ, പെർഫോമൻസ് ആയിരുന്നു. കറക്റ്റ് പാട്ടായിട്ടാ നീ വന്നത്. അത് നമ്മൾ ആദ്യം ഒന്ന് ഞാൻ മെൻഷൻ ചെയ്യാണ്. നമ്മൾ വിചാരിക്കും ഇത് പ്ലാൻഡ് ആയിരുന്നു എന്ന്, സാഹസം ടീം വരുന്നതുകൊണ്ട്. പക്ഷെ അല്ലായിരുന്നു. ലാസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞപ്പോ ലേറ്റസ്റ്റ് ഹിറ്റില് അവൻ സെലക്ട് ചെയ്ത സോങ് ഇതാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവര് നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നുണ്ടെന്നുള്ളത്. അപ്പൊ സത്യമായിട്ട് ഞങ്ങൾ ഇത് പ്ലാൻഡ് അല്ല. അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ആണെന്നുള്ളത്. അപ്പൊ ഞങ്ങളും സർപ്രൈസ്ഡ് ആയിരുന്നു ഇവൻ കറക്റ്റ് ഈ സോങ് എടുത്തിട്ട് വന്നപ്പോ. അപ്പൊ എന്തായാലും നിനക്ക് എന്ത് തോന്നുന്നു ഇവരുടെ മുമ്പിൽ, മ്യൂസിക് ഡയറക്ടറിന്റെ മുമ്പിൽ ഈ പാട്ട് പാടാൻ പറ്റിയതിൽ? വലിയൊരു ഭാഗ്യമാണ് ഈ സാറിന്റെ മുമ്പിൽ തന്നെ ഇരുന്ന് പാട്ട് പാടുന്നതിന്. ഒരു വെർസറ്റാലിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു പാട്ടായിട്ടാണ് ഞാൻ കുറച്ച് വന്നത് ഈ പാട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ സാറിന് പാടാൻ പറ്റിയത് ഭാഗ്യം. ഓക്കെ, ബിബിൻ ചേട്ടൻ ഞങ്ങളുടെ കൊച്ചിനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എങ്ങനെയുണ്ടായി ബദ്രിയുടെ സോങ്? അടിപൊളിയായിരുന്നു, അടിപൊളിയായി പാടി, നല്ല പെർഫോമൻസ്, നല്ല വൈബായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, സൂപ്പർ. അപ്പൊ എന്തായാലും ജഡ്ജസിനോട് ചോദിക്കാം. കോറസ് അടിപൊളിയായിരുന്നു, ഭയങ്കര കഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. അതെ അതെ. ഓക്കെ, ശരത് സാർ. യെസ്. ഏത് മൂഡ്? നിന്റെ വായ മൂട്. മോനെ ബദ്രി, അടിച്ച് പൊളിച്ചടാ. താങ്ക് യു സാർ. താകർത്തു. താങ്ക് യു സാർ. ഈ പാട്ടിന് വേണ്ട ഒരു ഗുമ്മുണ്ടായിരുന്നു. അത് വളരെ കൃത്യമായിട്ട് ഒരു 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 ഒന്ന് തൊണ്ടയടറി ഇപ്പോൾ അടുത്തതിൽ ഒരു അടർച്ചയുടെ ഷെയ്ഡ് നീ കൊടുത്ത് അത് മാനേജ് ചെയ്തു. നിൻ്റെ ആ ഒരു ബ്രില്യൻസിന് ഞാൻ ഒരു സല്യൂട്ട് ചെയ്തു. താങ്ക് യു സാർ. പിന്നെ നിന്നെ മൊത്തത്തിൽ കാണാൻ ഒരു രസമുണ്ട്. ഇതിങ്ങനെ ഉടുത്തത് അവിടെ ഇരിക്കുവോ എങ്ങനെയാണ്? സേഫ്റ്റി പിന്നെല്ലാം കുത്തി വെച്ചേക്കാം. സേഫ്റ്റി പിന്നോ എവിടെ കുത്തി? ഇവിടെ കേട്ട് ബാക്കിലൊന്നും ഇല്ലല്ലോ. അത് കാര്യം നല്ല രസമുണ്ട്. കാര്യം ഈ ഒരു അവസരത്തിൽ അത് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഇവര് ഇവിടെ ചാടി വന്നപ്പോൾ കൃത്യമായത്. കാര്യം അത് അതിൻ്റെ സംഗീത സംവിധായകൻ്റെ മുഖത്തുണ്ടായിരുന്നു സന്തോഷം. അതുകൊണ്ട് മോൻ്റെ പാട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ബിബിനെ നോക്കി ഇരിക്കുകയായിരുന്നു. അതുപോലെ നമ്മുടെ പിള്ളേരെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളിത് എങ്ങനെ ഓർത്തു വെച്ച് ഇത്ര മൂഡുകൾ? നമുക്കൊക്കെ 1-2 മൂഡ് അത്രേ ഉള്ളൂ ജീവിതത്തിൽ. അസാധ്യം കേട്ടോ. ഒരു എന്താ ഒരു ഗുംപാട്ടല്ലേ ഇത്. ഒരു എന്താ ആർക്കാണെങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് തുള്ളാൻ തോന്നും. ഞാൻ ഇവിടെ എണീക്കാന്ന് വിചാരിച്ചു. പിന്നെ റംസാൻ എനിക്ക് അവനെ പേടിയായിരുന്നു. അല്ല എനിക്ക് വേറെ ആരുടെ മുമ്പേ വേണമല്ലോ, റംസാന്റെ മുമ്പേ എന്നെ കൊണ്ട് ഓണം മൂഡ് കാണിക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാണണം. അങ്ങനെ വേണ്ട. വൃത്തിക്കെട്ട മാറൂ. അടുത്ത ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞോ? ഓക്കെ, താങ്ക് യു. മഞ്ജരി ചേച്ചി. പാറക്കുട്ടി, ബദ്രി എന്തായിരുന്നു ഇവിടെ? എനിക്ക് എന്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് ഈ ഓണം മൂഡ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് പാട്ട്.
പിന്നെ ഓണത്തിന് ഒരു ജഗപുക പാട്ട് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങളായിട്ട് അങ്ങ് സംഭാവന ചെയ്തു. താങ്ക് യു. ഞങ്ങളുടെ പിള്ളേര് എങ്ങനെ ആഘോഷിച്ചു? നിങ്ങൾക്ക് ഇഷ്ടായോ? റംസാൻ എന്ത് പറയുന്നു സ്റ്റെപ്പ് കണ്ടിട്ട്? അല്ല, ഞാനത് ശ്രദ്ധിക്കായിരുന്നു. കാരണം ഒന്നാമത് എനിക്ക് പാട്ട് പാടുന്നവരുടെ അടുത്ത് കുറച്ച് അസൂയുണ്ട്. അതിന്റെ വഴി കൂടെ പോലും ഞാൻ പോവാറില്ല. പക്ഷെ അവൻ പാട്ടും പാടുന്നു. സ്റ്റേജിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ആ ഒരു എല്ലാരും പിടിച്ചിരുത്തുക എന്നുള്ളതാണല്ലോ. അത് ഭയങ്കര സ്റ്റെപ്സ് ഏകദേശം റംസാന്റെ ഒക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്. നീ എവിടുന്ന് പഠിച്ചത്? ഇത് ഷാഹുലേട്ടനാണ് എനിക്ക് നമുക്കൊരു കൊറിയോഗ്രാഫർ ഒരു കൊച്ചു റംസാനാണ്. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു. ഓ ബദ്രി, ഷൂസ്, മുണ്ട്, ഷർട്ട്. ഞാൻ ഇവിടെ നോക്കുമ്പം വന്ന സമയം മുതൽ ബദ്രി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതെന്താ ഇങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്? ഈ പാട്ട് എങ്ങനെയെങ്കിലും വന്ന് പാടണം ബദ്രിക്ക്. ബദ്രി അങ്ങ് എൻജോയ് ചെയ്തു. ശരിക്കും ബദ്രിയുടെ എനർജി മൊത്തം ഉണ്ടായിരുന്നു ഈ പാട്ടിനകത്ത്. ഇന്നലെ നമ്മൾ എനർജി മഞ്ജരി ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു ഈ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചോട്ടെ. അവൻ അത്ര മൂഡിലായിരുന്നു ഇന്നലെ രാത്രി മുതലേ മൂഡിലായിരുന്നു. ഭയങ്കര ബദ്രീസ് സൂപ്പർ. താങ്ക് യു മാം. അപ്പൊ ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് കൊണ്ടുവന്ന് ഇവിടെ തകർത്തു. ഒരു ഹാപ്പി ഓണമാക്കി ഞങ്ങൾക്ക് ഓണത്തിന് മുന്നേ തന്നെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. താങ്ക് യു മാം. കീപ് ഗോയിങ്. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ ഓണം മൂഡ്. ഞാൻ വിചാരിച്ചു ബദ്രിയുടെ ഇതുവരെയുള്ള ബെസ്റ്റ് പെർഫോമൻസ് ഇതായിരുന്നു. താങ്ക് യു സാർ. സീരിയസ്ലി ഭയങ്കര വൈബായിരുന്നു. നീ സ്റ്റേജിൽ കയറിയിട്ട് ആ പാട്ടിന് എന്താണോ വേണ്ടത് അതങ്ങ് കൊടുത്തു. അത് അവരുടെ മുഖത്തും കാണാനുണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല വൈബായിരുന്നു. നല്ലതായിട്ട് നീ സ്റ്റേജ് യൂസ് ചെയ്തു. നീ അത്രയും എൻജോയ് ചെയ്താണ് പാടിയത് കേട്ടോ. വേറെ ഒന്നുമില്ല, ഞാനിതൊന്നും നോക്കിയിട്ടില്ല. ഇതൊക്കെ ചുമ്മാ ഇവിടെ വെച്ചേക്കുക. അപ്പൊ തകർത്തറ ഇങ്ങനെ പോകട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, അപ്പൊ ഇനി മാർക്സ്. ശരത് സർ. യെസ്. അല്ല പാറു, നമ്മളിപ്പോ ഈ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞു. ഇതൊരു വൈബ് പാട്ടാണ്. അപ്പൊ അതിന് നമുക്ക് അതുകൊണ്ട് വലിച്ചു വാരി ഞങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റത്തില്ല. നിനക്ക് നീ നന്നായിട്ട് തന്നെ പാടി, അത് നമ്മൾ സമ്മതിക്കുന്നു. അത് വിപിനും അറിയാവുന്ന കാര്യമായിരിക്കും. നമ്മളിപ്പോൾ ഒരു പാട്ടിന് നമ്മൾ കൊടുക്കേണ്ടതല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ മാർക്ക് കുറവാണ്. ഞങ്ങൾ ഇത്രയൊക്കെ പൊക്കി പറഞ്ഞെങ്കിലും ഞങ്ങൾ ഈ മാർക്കിൻ്റെ കാര്യം വരുമ്പോൾ വളരെ ഒരു വൃത്തികെട്ട സ്വഭാവം വരും ഞങ്ങൾക്ക്. അതുകൊണ്ട് നീ ക്ഷമിക്കണം. ഞങ്ങളുടെ അടുത്ത് എല്ലാരും ഇല്ല ഈ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരെ മാത്രം മക്കളെ. 9.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. എടാ ചേച്ചി, അത്രക്കായോ? എന്നാ പിന്നെ ഒരു 9.6 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ, അവൻ 12 കണ്ട എഴുതുന്നത്, ആകെ 10 മാർക്കേ ഉള്ളൂ. മാർക്സ് ഇതായിട്ടുണ്ട്. ഓ താങ്ക് യു സാർ. സോ ടോട്ടൽ 19.1. ടോപ്പർ. അപ്പൊ നിങ്ങളുടെ ഐശ്വര്യമുണ്ട്. ഓക്കെ, അവനൊരു ആഗ്രഹം, നിങ്ങൾ ഈ പാട്ടൊന്ന് കളിച്ചു കാണണം. ഞങ്ങൾക്കും ആഗ്രഹം. ഞാനത് ഇവനിലൂടെ സാധിക്കാമെന്ന് വിചാരിച്ചു ആദ്യം. അല്ലെങ്കിൽ ഇവർ റംസാനെ ചിത്രം പൊടി. പ്ലീസ് ഗൈസ്, നമുക്ക് എല്ലാരും വാ. Come on. എല്ലാരും ഡയറക്ടർ ഓൾസോ. അപ്പൊ ദാ ടീം ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഓണം മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. കാണാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കെ. ഞാൻ സ്റ്റേജൊക്കെ ഇപ്പൊ പൊളിയുന്നു. റംസാനെ സൂപ്പറാ. യെസ്, അപ്പൊ അടിപൊളിയായിരുന്നു. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ ഇതുപോലെ തന്നെ. ഓക്കെ, സൂപ്പർ. അപ്പൊ ഗൈസ്, ഇനി നിങ്ങൾ റിലാക്സ് ചെയ്തോളൂ. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്.
4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ് ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവര് വന്നതോടുകൂടി കളറായി. ഒപ്പം ബർത്ത്ഡേയുടെ സോങ്ങും കൂടെ ആയപ്പോ കളർഫുൾ ആയി. അപ്പൊ ഇനി അടുത്തതായിട്ട് നമുക്ക് AR റഹ്മാൻ സോങ്സ് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു നമ്മളുടെ വൈഗ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം വൈഗ. മുത്തമഴ ഇങ്ങ് കൊട്ടിത്തീരാതു മുല്ലയിരവുകൾ പത്തിരിയാതു ജാനുദം മരുദം ദം ഇങ്ങ് ഉന്തൻ കയ്യിൽ സ്വർഗം പുല്ലയിരവോ സൊല്ലാരവോ ഇല്ല ഒരുവനെ വേണ്ടി ഇങ്ങ് ഉസുരോ കണ്ണാളാ എന്നാളാ പെണ്ണാളാ இன்னும் வரும் எந்தன் கதை எந்தன் கதை இன்னும் வரும் எந்தன் கதை எந்தன் கதை திருதோம் கதீம் தன தோம் தன தோம் தீம் தன தோம் தன தீம் தன தோம் தீம் தன தோம் தன தீம் தன தோம் காலை கனவினில் காதல் கொண்டேன் கண் விழித்தேன் அவன் காணவில்லை என்னோடு உன்னை ஒன்றாக்கும் வரை என்ன செய்தும் வலி தீரவில்லை கண்ணன கண்ணே என் கண்ணாளா என் உள்மன காதலை கண்டாயா கருமை கண்ட கண்ணோக்கி போய் சொல்லி நின்றாயா போதும் போதும் என சென்றாயா முத்தமழை இங்கு கொட்டி தீராது முல்லையிரவுகள் பத்திரியாது ஜானுதம் மருதம் தம் இங்கு உந்தன் கையில் சொர்க்கம் பாலை நீலத்தீனில் சோலை நிழல் என்ன காதல் சொல்வேன் நான் காதல் சொல்வேன் நான் காதலி காதலனே வேற எல்லாம் வெறும் வேஷம் என்பேன் காலம் யாவும் நீதானே அந்த காலம் வந்தால் வெல்வேனே இன்னும் ஒரு முறை இந்த கதை சொல்லவா காதில் விழும் வரை காதல் பாடவா ஜானுதம் மருதம் தம் இங்கு உந்தன் கையில் சொர்க்கம் புல்லையிரவோ சொல்லாரவோ இல்ல ஒருவனை வேண்டி இங்கு உசுரோ கண்ணாளா എന്നാളാ പെണ്ണാളാ இன்னும் வரும் எந்தன் கதை எந்தன் கதை இன்னும் வரும் எந்தன் கதை எந்தன் கதை. Nice, beautiful. വൈഗ എന്തോ എല്ലാരും വിചാരിക്കും ലേറ്റസ്റ്റ് റൗണ്ട് ആണ്, പക്ഷെ റഹ്മാൻ സാറിന്റെ ഇപ്പൊ റീസെന്റ് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് അല്ലേ? എന്താ ഈ സോങ് സെലക്ട് ചെയ്തേ? അയ്യോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. ഇത് ഇറങ്ങിയപ്പോൾ മുതൽ കേട്ടോണ്ടിരിക്കുന്ന പാട്ടായിരുന്നു. പിന്നെ ലേറ്റസ്റ്റ് ഹിറ്റ്സിൽ ഹരിച്ചേട്ടൻ്റെ പാട്ട് എടുത്തതുകൊണ്ട് ഇതില് ചിന്മയി ചേച്ചിയുടെ പാട്ട് എടുക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ചോദിക്കാം. ഹരിച്ചേട്ടാ, വൈഗ എന്തോ അമേസിംഗ് പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. ഞാൻ ഇന്നലെ ഇത് മെൻഷൻ ചെയ്തു. ഇപ്പം എല്ലാവരുടെയും പ്ലേലിസ്റ്റിലുള്ള അതെ, ഒരു സോങ് ആണ്. സോ താങ്ക് യു ഫോർ സെലക്ടിങ് ദിസ് ഫോർ ദിസ് റൗണ്ട്. റഹ്മാൻ സാറിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും
യു ചോസ് ദ റൈറ്റ് വൺ. ഇപ്പോഴത്തെ ഹിറ്റ് വൈഗ എടുത്തിട്ട് വന്നതിന് സല്യൂട്ട്. സൂപ്പർ. താങ്ക് യു ചേട്ടാ. ആൻഡ് നന്നായിട്ട് പാടി മോളെ. നല്ല ടോണൊക്കെ നന്നായിട്ട് ഷിഫ്റ്റ് ചെയ്തു. ലൈക്ക് ഐ ലവ്ഡ് ഇറ്റ്. നന്നായിട്ട് ആ ഒരു രീതിയിൽ എങ്ങനെയാണോ ചിന്മയി മാം ആൻഡ് ദി 2 വേർഷൻ ഉണ്ട്. സോ അത് ആ ഒരു ആറ്റിറ്റ്യൂഡ് വാസ് ഗുഡ്. ആ സോങ്ങുമായിട്ട് ഭയങ്കര മാച്ചപ്പ് ചെയ്തു. കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുള്ളൂ, അത് മാത്രം ലെറ്റ്സ് ഡു. കാലൈ കനവിൽ അതൊന്ന് പാടാം. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് അവർ ആ കോറസ് ഇത്രയും എനർജി ആയിട്ടാണ് പാടിയത് അല്ലേ. ഫുൾ ത്രോയിൽ വന്നിട്ട് അവർ ഡ്രോപ്പ് വന്നു. മോള് പാടിയത് ആ ഒരു ഓപ്പണിങ് കുറച്ചും കൂടി എനർജി വേണമായിരുന്നു. കാലൈ ആ കാലൈ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. അപ്പം പാടിയോ ഇല്ലേന്നൊക്കെ കുറച്ച് ഡൗട്ട്ഫുൾ ആയിരുന്നു. അവിടെ കുറച്ചും കൂടി ഒരു എനർജി വേണം തോന്നി. പിന്നെ കണ്ണാന കണ്ണേ എൻ കണ്ണല കണ്ണാല കണ്ണാന കണ്ണേ എൻ കണ്ണാള എന്നുൾ മനക്കാതലൈ കണ്ടായ. സോ നൗ ഇപ്പൊ പാടുന്നുണ്ട്. നേരത്തെ ടേക്ക് വന്നപ്പോൾ താഴെ ലോ രജിസ്റ്റർ ഒക്കെ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി കുറച്ചുകൂടി ബ്രെത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത്. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്താൽ മതി കേട്ടോ. ഈ പോർഷൻസ് വരുമ്പോൾ കുറച്ച് അഡീഷണൽ ബ്രെത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോ ഏരിയാസ് ഒക്കെ കിട്ടും. പിന്നെ നാൻ കാതലി കാതലൻ ആ വേർഡ്സ് കാതലൻ കാതലൻ നീ എന്നാണോ? കാതലൻ നീ. അത് ഒന്നും കേൾക്കുന്നില്ല. ഒന്നുകൂടി ഒന്ന് പാടാം മോളെ. ഒന്ന് ക്ലാരിറ്റിയോടെ പാടിക്കും. കാതലൻ നീ. ആ യെസ്. നെക്സ്റ്റ് ലൈൻ. നൈസ്. ബാക്കിയൊക്കെ രസമായിരുന്നു മോളെ. അങ്ങനെ ഒരുപാടൊന്നും എഴുതിയിട്ടില്ല. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. നൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമായ ടോൺ മോൾ ഓരോ സോങ്ങിനനുസരിച്ച് സ്വിച്ച് ചെയ്യുന്നുണ്ട്. അത് വൈഗയുടെ ഒരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഏത് സോങ് എടുത്താലും അല്ലേ അതിനനുസരിച്ച് വൈഗ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. എന്തായാലും നൈസ് ചോയ്സ്, നൈസ് സിംഗിങ്, സൂപ്പർ, നൈസ് പെർഫോമൻസ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മോളെ വൈകെ എന്തോ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയൂ. ലിറിക്സ് എഴുതിയത് ശിവാനന്ദ് സാർ, മ്യൂസിക് എ റഹ്മാൻ സാർ, പിന്നെ പാടിയത് ചിന്മയി മാം. 2 വർഷമുള്ള ചിന്മയി മാമിന്റെ 2 വർഷമോ വേർഷൻ. അടുത്ത 2 വർഷം. ചിന്മയി 2 വേർഷൻ പാടിയിട്ടുണ്ടോ? പിന്നെ അത് പറയൂ. ചിന്മയി മാം പാടിയിട്ടുണ്ട്. അവര് ചിന്മയ്ക്ക് ഭ്രാന്തായെന്ന് ചുമ്മാ ഉള്ള വേർഷനെല്ലാം പാടാൻ. അപ്പം മോളെ നല്ല കാര്യം. ഇതിപ്പോൾ ഒരു വളരെ ട്രെൻഡിങ് ആയിട്ടൊരു പാട്ടാണ്. ഭയങ്കര സൂപ്പർ ഡൂപ്പർ. എവിടെ നോക്കിയാലും റീലും മറ്റുള്ള നിങ്ങളുടെ എനിക്കറിഞ്ഞൂടെ വേറെ എന്തൊക്കെയാണ് പാറു ഇതിനകത്തുള്ള ഐറ്റങ്ങൾ. ഈ റീല് പോലുള്ള സംഭവങ്ങൾ അതിലൊക്കെ ഈ പാട്ടാണ്. മുത്തമഴ ഇല്ലാത്ത ഒരു ദിവസമില്ലിപ്പോൾ. മഴയോട് മഴ. ആ അത് മുത്തമഴ ചുമ്മാ ആണോ? അപ്പോൾ മോളെ നന്നായിട്ട് പാടിയടാ. നന്നായിട്ട് പാടി. ഇപ്പോൾ റഹ്മാൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഉഗ്രം പ്രോഗ്രാമർ. കാര്യം റഹ്മാൻ വലിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്താ അങ്ങനെ ഒരു പരിചയം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ റഹ്മാൻ എന്നെ അറിയാം, സുജിത്ത് എന്നറിയാം, എനിക്ക് റഹ്മാനെ ദിലീപ് കുമാർ എന്നും അറിയാം. ആ സമയത്ത് അന്നേ ചെറിയ ചെറിയ സാമ്പിളറൊക്കെ കൊണ്ടുവന്ന് പല വിദ്യകളും പയറ്റി രാജാമണിച്ചേട്ടൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ മണിച്ചേട്ടനെയൊക്കെ ഇവിടുത്തെ രാജാമണി ഇതൊക്കെ ചെയ്യുന്ന അപ്പോഴേ റഹ്മാൻ അതൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ടോണിനുള്ള സെൻസ്. നമ്മളൊരു ഒരു 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 മ്യൂസിക് ഡയറക്ടർ ഒരു സിംഗിൾ ബെല്ല് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ജിംഗിൾ ബെൽസ് ആയിരിക്കും ഇടുന്നത്. ഫുൾ ലെവൽ ആ ടോൺ അത് പ്രോഗ്രാം റഹ്മാനെ വെച്ച് പ്രോഗ്രാം ചെയ്യുന്നവർക്ക് അറിയാം എന്തുമാത്രം ആ ടോൺ അത്രയ്ക്ക് സെൻസുള്ള ഒരു വ്യക്തിയാണ് റഹ്മാൻ. എനിക്ക് കുറേ ഇഷ്ടമാണ്. അപ്പോൾ റഹ്മാനെ നമ്മുടെ ശ്രീധർ സാറ് മാലയൊക്കെ റെക്കോർഡ് ചെയ്തപ്പോൾ അപ്പം തന്നെ ഉണ്ടായിരുന്നു റഹ്മാൻ അവിടെ വിളിച്ച് കേൾപ്പിച്ച് മായാമഞ്ചൽ കേൾപ്പിച്ചു. അങ്ങനെയാണ് നമ്മുടെ വേടിച്ചേട്ടന് റഹ്മാൻ പാടാൻ വിളിച്ചത്. അത് ശോക കഥ, അത് കുഴപ്പമില്ല, പൊക്കോട്ടെ. അപ്പോൾ എന്തൊക്കെയാണ് റഹ്മാൻ്റെ പാട്ട് പാടിയതിലും കുറേ സന്തോഷം മോളെ. എനിക്ക് ക്രോമാറ്റിക് ഒന്ന് പാടിത്തരുമോ? അത് എനിക്ക് മോളെ ആ ലിറിക്ക് എന്താണ് പറയുന്നത്? പൊല്ലാ ഇറവോ സൊല്ലാ ആ അടുത്തത് എന്താണത്? ഇല്ല ഒരുവനെ വേണ്ടി
ആ ഇല്ലാ ഒരുവനെ. ആ இல்ல ஒருவனை வேண்டி எங்கும் உசுரோ கண்ணாளா എന്നാളാ. അത് കണ്ണ അത് കുറച്ചും കൂടെ സുഖമായിട്ട് അങ്ങനെ പാടാതെ അതിൻ്റെ സുഖം വരട്ടടാ. കണ്ണാളാ എന്നാളാ എന്നാളാ. ഗുഡ് 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 വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. പിന്നെ ലെവല് കുറവായിരുന്നു. ഇപ്പം ഹരി പറഞ്ഞില്ലേ, ഒന്നും ഞാൻ വിചാരിച്ച മോള് പാടുന്നില്ല, ചുമ്മാ നിൽക്കുകയെന്ന്. പിന്നെ നോക്കി എന്തോ കേൾക്കുന്നു എവിടെയോ. അതെന്താണ് അങ്ങനെ? നിനക്ക് ആ ഒരു ഏരിയ സ്ട്രോങ് അല്ലേ മോക്ക്? താഴെ പിന്നെന്ത് അടക്കം പറയുന്നത്? കേൾപ്പിക്കണ്ടേ? അത് നോക്കണം. പിന്നെ മോള് സ്വിച്ചിങ് ഈ ഹെഡ് വോയിസിലേക്കുള്ളത് മോള് ഒന്നും കൂടെ കൃത്യമാക്കിക്കൊള്ളുക കേട്ടോ മോളെ. അത് നമുക്കത് അറിയരുത്. മോളെ കൊണ്ട് പറ്റും. യു ആർ കേപ്പബിൾ. പിന്നെ കാണാൻ സുന്ദരിയാണ്, അത് പറയേണ്ട കാര്യമില്ല. എന്ത് രസമാണ് ഈ വേഷത്തിൽ കുഞ്ഞിനെ കാണാൻ. ആകെ ഉള്ളൊരു കുഴപ്പം ഇച്ചിരി ഹൈറ്റ് കൂടിപ്പോയി. കുഴപ്പമില്ല, ഞങ്ങൾ സഹിച്ചു. മകളെ അത് പിന്നെ ഹരി പാടിച്ചു, അത്രേ ഉള്ളൂ. ഇതൊക്കെ നല്ലൊരു പാട്ട് പാടിയതിൽ കുറേ സന്തോഷം മോളെ. താങ്ക് യു. മഞ്ജരി ചേച്ചി. വൈകപ്പെണ്ണേ, എന്തോ സുന്ദരി പെണ്ണേ, സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. എല്ലാവരുടെയും ഇപ്പൊ പ്ലേലിസ്റ്റിലുള്ള ഒരു പാട്ട്, നമ്മളൊക്കെ കേട്ട് 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 ഇങ്ങനെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു പാട്ടാണിത്. അത് മോളെ സൂപ്പർ ആയിട്ട് പാടിട്ടോ. താങ്ക് യു. എല്ലാം അതിനകത്ത് മോള് ഇമോഷൻസ് ഒക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അത് നല്ലതുപോലെ ചെയ്തു. എനിക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ തോന്നിയിട്ടുള്ളൂ, ഹൈ പാടുമ്പോഴത്തേക്ക് അവിടെ വോയിസ് കുറച്ചൊന്ന് തിന്നായി പോന്നു. അതിന് കുറച്ചുകൂടി ഒരു ഫോഴ്സ്, ഒരു പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാൻ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അല്ലാതെ ബ്യൂട്ടിഫുൾ. അക്ഷരങ്ങൾ പറയുമ്പോൾ ആകാരം ഈകാരം ഒക്കെ കുറച്ച് ക്ലിയർ ആവട്ടെ. അത് ഇല്ല ഇല്ല ഉറവ്, അത് ഇല്ല ഉറവ് എന്നാണ് കേൾക്കുന്നത്. അപ്പം ഇല്ല ആ വരുമ്പം ആല് തന്നെ പാടാൻ ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി കേൾക്കുന്ന ആൾക്കാർക്ക് അത് ലിറിക്സ് മനസ്സിലാവും, പാടുന്ന ആൾക്ക് സുഖമായിരിക്കും. ഓക്കെ, വോയിസ് ഹരിയും ശരത് സാറൊക്കെ പറഞ്ഞ പോലെ ഈ പാട്ടിലേക്ക് വേണ്ടുന്ന രീതിയിൽ മോളുടെ വോയിസിനെ മോൾ മാറ്റിയെടുത്തു. പക്ഷെ ഒരു പ്രത്യേക തരം വോയിസാണ്. ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോൺ ഉണ്ട് വൈകയ്ക്ക്. അപ്പം അത് എക്സ്പ്ലോർ ചെയ്യുക, അതിനെ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത്തരത്തിലുള്ള പാട്ടുകൾ എടുക്കുമ്പോൾ ആ ഹൈ പാടുന്ന പോർഷൻസ് ഒക്കെ കുറച്ചുകൂടി ഒന്ന് ഫോഴ്സ് കൊടുക്കാനുള്ള ശ്രമം ഉണ്ടാക്കുക. ഓക്കെ, അതർവൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, കാണാനും സുന്ദരി. പിന്നെ ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് ആരാ? കോറസ്. ഞാൻ വിട്ടുപോയല്ലോ ഗൈസ്. നമ്മുടെ 4 പിള്ളേര്, ഒരു 400 പിള്ളേരുടെ ശബ്ദം എടുത്തത് സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ, ഫാന്റാസ്റ്റിക്. മോളു നല്ല സോങ് സെലക്ഷൻ, നന്നായി പാടി, അസലായി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഇനി ശരത് സർ. മോളെ ചക്കരെ, എന്തോ നിനക്ക് 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. മഞ്ജരി ചേച്ചി. മോളു ചക്കരെ, എന്തോ 9 മാർക്സ്. താങ്ക് യു. ഹരിച്ചേട്ടാ. എനിക്ക് ആ കോറസ് സിംഗേഴ്സ് പൊളി, ഞാൻ അവരെ വിട്ടുപോയി. അത് കുഴപ്പമില്ല. അതുപോലെ നമ്മുടെ ഓർക്കസ്ട്ര അനൂപൻ സംഘവും എല്ലാരും തകർത്തു. അപ്പൊ മോളെ ദാ മാർക്സ്. ഓക്കെ, Thank you, ചേട്ടാ. സോ ടോട്ടൽ 18 മാർക്സ്. ഒരു കാര്യം കൂടെ പറയട്ടെ. പറ. ഹരിച്ചേട്ടാ, കഴിഞ്ഞ ദിവസം ഹരിച്ചേട്ടന് ഡൽഹിയിൽ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം ഇല്ലായിരുന്നു? അപ്പൊ അവിടെ ഹരിച്ചേട്ടന്റെ കൂടെ ഒരു മാമൻ വന്ന് പാടിയില്ലേ? ഒരാളെ ഞാൻ ഓഡിയൻസിൽ നിന്ന്. അത് എന്റെ മാമനാ, എന്റെ അമ്മയുടെ കസിൻ ചേട്ടനാ. അടിപൊളി. മാമന്റെ മാമൻ അടിപൊളിയായിരുന്നു. ആക്ച്വലി ഞാനേ അത് പിള്ളേരായിരുന്നു, കുറെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ സ്റ്റുഡൻസിൽ ആരെങ്കിലും ഒരാളെ വിളിച്ച് കയറ്റാം. അവിടെ കുറെ ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു ഇവിടെ കുറെ പിള്ളേരുണ്ട് പാടുന്ന, നല്ല ടാലന്റഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വിളിക്കുമ്പോ ആരെങ്കിലും വരുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഒരു കുട്ടി ഇപ്പൊ കേറി വരും പറഞ്ഞ, അപ്പൊ ഒരു മാമൻ അങ്ങ് കേറി വന്നു. ആ മാമനായിരുന്നു ഈ കുട്ടിയുടെ മാമൻ. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ പുള്ളി. ഞാൻ വീഡിയോ ഉണ്ടായിരുന്നു, നന്നായിട്ട് പാടി പുള്ളി. ഞാൻ വിചാരിച്ചു സ്റ്റക്കായി, ഞാനിത് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞിരിക്കുന്നു. പക്ഷെ പുള്ളി വന്നിട്ട് അത് മാനേജ് ചെയ്തു നന്നായിട്ട്. കാരണം ഈ ഇടയ്ക്ക് ഒരു കോളേജിൽ പോയിട്ട് എനിക്ക് പണിയായി. ഞാനിതുപോലെ ഒരു സ്റ്റുഡന്റിനെ അവിടുത്തെ സിംഗറാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഓക്കെ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പൊ ഇവരെല്ലാരും പൊക്കിക്കൊണ്ടൊക്കെയാ വന്നത് സ്റ്റേജിലോട്ട്. അപ്പൊ ഭയങ്കര എൻട്രി. അപ്പൊ എൻ്റെ ഒരു പുതിയ മൈക്കായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ആ കോൺസേർട്ടിന് എടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പാടി വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇവനിങ്ങനെ വെച്ചു കൊടുത്തു. ഇവൻ എൻ്റെ എല്ലാ പ്രതീക്ഷയും കളഞ്ഞു.
ഞാൻ അതിന്റെ ട്രാക്ക് ഉണ്ട്, മൾട്ടി ട്രാക്ക് എടുത്തിട്ടുണ്ട്. അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ. പക്ഷെ അതിലൊക്കെ എത്രയോ നന്നായിട്ടായിരുന്നു മാമൻ പാടി കേട്ടോ. മാമന്റെ അടുത്ത് എന്റെ അഭിപ്രായം പറഞ്ഞേക്കാം, അന്വേഷണം കേട്ടോ. അല്ല, സ്റ്റേജിൽ ഇങ്ങനെ പറ്റിപ്പോ. അപ്പൊ ഞാൻ എന്റെ കച്ചേരിക്ക് എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു ചക്കര അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഈ സ്റ്റേജിൽ വാ എൻ്റെ കൂടെ ഇരിക്കാൻ, എനിക്ക് അതൊക്കെ സന്തോഷമാണ്. അപ്പം ഞാൻ വിളിച്ചത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ. പിന്നെ നോക്കി ഒറ്റ ആളില്ല ഓഡിയൻസിൽ, അവരൊക്കെ എല്ലാം സ്റ്റേജിൽ ഇരിക്കുകയാണ് എൻ്റെ കൂടെ. പിന്നെ ഞാൻ അവരെ എടുത്തിട്ട് ഞാൻ തിരിഞ്ഞിരുന്ന് പാടി. അല്ല, അങ്ങനെ പറ്റിയില്ല. പക്ഷെ അത് വലിയ അവാർഡായിപ്പോയി. നമുക്ക് അടുപ്പമുള്ള അറിയാവുന്നവരല്ലേ വിളിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ലേ പാടാൻ വന്നേക്കുന്നത്. എല്ലാം കൂടെ സ്റ്റേജിൽ കയറി ഇരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. അത് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അത് പ്രാക്ടിക്കൽ അല്ല, സ്റ്റേജും ചെറുതല്ലേ. ഓക്കെ, അപ്പൊ വൈഗ 18 മാർക്സ്. കൺഗ്രാറ്റുലേഷൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പൊ ഡാൻസ് ഒക്കെ കളിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാട്ട് പാടുവോ? ടെസ ചേച്ചി പാടും എന്ന് എനിക്ക് അറിയാം. ഇല്ലേ ഹരിച്ചേട്ടാ? ടെസ ചേച്ചി പാട്ട് പാടില്ലേ? പാടുമല്ലോ. എന്നാ പിന്നെ ടെസയുടെ പാട്ട് ഗൗരി പാടുവോ? Come ജയശ്രീ പാടുവോ? ഇല്ല. ജയശ്രീയും ഇല്ല, ഗൗരി തമാശ മാത്രമേ ഗൗരി ഗൗരി പാടും. ഗൗരി ഉഗ്രനായിട്ട് പാടും. ജയശ്രീ പാടും. പാടൂ. ഞാൻ പാടൂല. അല്ല, ഒരു 2 വരി പാടും. കാര്യം അവർക്ക് കണ്ണ് കിട്ടും. അല്ലെങ്കിൽ ഇവരെന്നെ പാടി തുടങ്ങിയിട്ട് ക്ലാസ് എടുക്കുന്നത് ഞാൻ കണ്ടതാ. ഇനി എന്നെ അല്ല, 2 ലൈൻ ഒന്ന് മൂളിക്കേട്ടോ. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഉണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ഒറ്റക്കിളിക്കൂം നേരം മഞ്ഞളി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. പാടിക്കഴിഞ്ഞാ അസാധ്യം. ഞാൻ പാടി കഴിഞ്ഞാന്നൊക്കെ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും കുട്ടികളുടെ പാട്ടും ഇവരുടെ പാട്ടും ഒക്കെ കൂടെ ചേർന്ന് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അതിനു മുന്നേ സാഹസം ടീം ഓൾ ദ വെരി ബെസ്റ്റ്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓക്കെ, വിപിൻ ചേട്ടാ ഓൾ ദ വെരി ബെസ്റ്റ്. സെക്കൻഡ് മൂവിയാണ്, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാ. ആൻഡ് വിപിൻ ചേട്ടാ ഇനിയും ഒരുപാട് പാട്ടുകൾ ഞങ്ങൾക്ക് തരാ. ഓക്കെ, എന്നിട്ട് പാടാതിരിക്കുക. ഒരു 4 വരി പാടാതെ പോട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.